ടോപ്പിക്കൽ അതോറിറ്റി എന്ന് പറയുന്ന വേർഡിൽ നമുക്കറിയാവുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ടോപ്പിക്കും ഒന്ന് അതോറിറ്റിയും. ടോപ്പിക് എന്ന് പറയുമ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതൊന്നെങ്കിൽ ഒരു കീവേഡിനെ കുറിച്ചാവും, അല്ലെങ്കിൽ കീവേഡ് ഇൻക്ലൂഡ് ആയിട്ടുള്ള കണ്ടന്റിനെ കുറിച്ചാവാം എന്നുള്ളത്. അതോറിറ്റി എന്ന് പറയുമ്പോൾ ക്രെഡിബിലിറ്റിനെ കാണിക്കും. അതായത് ടോപ്പിക്കുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കണ്ടന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ്, അത് എത്രത്തോളം ക്രെഡിബിൾ ആണെന്ന് പറയുന്നതിനെ കുറിച്ചാണ് ടോപ്പിക്കൽ അതോറിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു സെർച്ച് എഞ്ചിൻ, ഇപ്പം ഗൂഗിളോ ബിങ്ങോ ഏതെങ്കിലും ഒരു സെർച്ച് എഞ്ചിൻ നമ്മുടെ വെബ്സൈറ്റിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ യൂസർ എത്തുമ്പോൾ അയാൾക്ക് കിട്ടേണ്ട ഇൻഫർമേഷൻ മുഴുവൻ നമ്മുടെ വെബ്സൈറ്റിൽ നിൽക്കുകയാണെങ്കിൽ അയാൾ അവിടെ എൻഗേജ് ചെയ്യും. ആ എൻഗേജ് ചെയ്യിക്കണമെങ്കിൽ ആ വെബ്സൈറ്റ് എന്ന് പറയുന്നത് അയാളുടെ ഇൻറ്റൻറ്റ് അനുസരിച്ച് എല്ലാ ആൻസറും കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പം അത്തരം വെബ്സൈറ്റിനായിരിക്കും ഇത് റാങ്കിങ്ങിനുള്ള പോസിബിലിറ്റീസ് ഉണ്ടാവുക, ഗൂഗിൾ റാങ്ക് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടാവുക. അപ്പം അത്തരം കാര്യങ്ങളാണ് ടോപ്പിക്കൽ അതോറിറ്റിനെ കുറിച്ച് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിവിടെ ഇപ്പം പ്രോട്ടീൻ പൗഡർ എന്ന് പറഞ്ഞിട്ട് ഒരാൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് ഇപ്പം വാട്ട് ഈസ് പ്രോട്ടീൻ ആൻഡ് വാട്ട് ഡസ് പ്രോട്ടീൻ പൗഡർ ഡു എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ അവിടെ നിർത്തുകയാണെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലെ കണ്ടന്റ് അയാൾ മിക്കവാറും അവിടെ നിന്ന് ഇറങ്ങിപ്പോകും, അടുത്ത സൈറ്റിലേക്ക് പോകും. അങ്ങനെയാണ് നമ്മളെ കോമ്പറ്റീറ്റേഴ്സിന് അതൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അയാൾക്ക് വേണ്ട എന്തൊക്കെയായിരിക്കും ആൻസേഴ്സ് എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് നമ്മൾ എഴുതി ഉണ്ടാക്കി നമ്മളെ വെബ്സൈറ്റിൽ സബ്മിറ്റ് ചെയ്യണം. അതാണ് ടോപ്പിക്കൽ അതോറിറ്റി എന്ന് പറയുന്നത്.